ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലോകം മതവിശ്വാസങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം മാത്രമല്ല, ധാരാളം സെക്യുലർ ഐഡിയോളജീസ്, ആശയവാദങ്ങളുള്ള ഒരു ലോകമാണ്. ഐഡിയോളജീസ് അല്ലെങ്കിൽ ആശയവാദങ്ങളുടെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതിൽ ഒരംശം അല്ലെങ്കിൽ ഒരു പ്രധാന അംശം ഈ ആശയവാദങ്ങൾക്കുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ട്, സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ ഈ പല ഭാഗങ്ങളിലും ഉണ്ടായി വന്ന, എമർജ് ചെയ്തു വന്ന ആശയങ്ങളും ആശയവാദങ്ങളും ലോകത്തിന് ഈ വെളിച്ചത്തിൽ നിൽക്കുന്നതിന് വേണ്ടി തുണച്ചിട്ടുണ്ട്. നാം ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നാം ഒന്ന് പിന്നിലേക്ക് ചെന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. മതവിശ്വാസികൾ സാധാരണ ഇങ്ങനെയുള്ള ആശയങ്ങളോട് കാണിക്കുന്നൊരു വിമുഖതയുണ്ട്. ആ വിമുഖത എന്ന് പറയുന്നത് ഈ മതം പ്രസൻറ്റ് ചെയ്യുന്ന എത്തിക്കൽ സിസ്റ്റമാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു ചിന്തയില്ല. മതം പ്രസൻറ്റ് ചെയ്യുന്ന, ലോകത്തിന് കൊടുക്കുന്ന, ലോകത്തെ കാഴ്ചവെക്കുന്ന ആ ഒരു ധാർമ്മിക വ്യവസ്ഥിതിയാണ്, അല്ലെങ്കിൽ ധാർമ്മിക രീതിയാണ് ഏറ്റവും വലുത്. ഇങ്ങനെയുള്ള ഐഡിയോളജീസിന് അതിന് കേൾപ്പില്ല, അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മിക വ്യവസ്ഥിതിക്ക് അത്രത്തോളം ആഴമില്ല എന്നുള്ളതാണ് ഈ ക്രിറ്റിസിസം. പക്ഷേ നാം അല്പസമയമെടുത്ത് ഈ രണ്ട് മതങ്ങളെയും, ലോകത്ത് നിലവിലിരിക്കുന്ന ആശയവാദങ്ങളെയും അവരുടെ എത്തിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ധാർമ്മിക വ്യവസ്ഥിതിയെ നാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമെങ്കിൽ മതവിശ്വാസികൾ പറയുന്ന ഈ ക്രിറ്റിസിസം അതിന് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏകദേശം എല്ലാ മതങ്ങളും നല്ലതായിരുന്നാൽ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ഈ ചിന്ത മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഞാനിത് ആഴത്തിൽ മതങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നില്ല. അത് പോപ്പുലറായിട്ട് പ്രയോഗത്തിൽ അങ്ങനെയാണ് എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് പ്രസംഗിക്കപ്പെടുന്നത്. സാധാരണ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി, ലോകത്തിൽ അല്ലെങ്കിൽ ബെറ്റർമെൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടി, നന്നായിരിക്കണം, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് മതവിശ്വാസികൾ. നന്നായിട്ട് ജീവിച്ചാൽ നല്ല ജീവനം ലഭിക്കും എന്നുള്ളൊരു ചിന്ത. പക്ഷേ ഈ ആശയവാദങ്ങൾ അല്ലെങ്കിൽ ഐഡിയോളജീസ്, നമുക്ക് ഉദാഹരണത്തിന് കമ്മ്യൂണിസം എടുക്കാം. ഞാൻ ഒരിക്കലും കമ്മ്യൂണിസത്തിന് വേണ്ടി ഒരു വക്താവായിരിക്കുന്നതല്ല. ഈ കമ്മ്യൂണിസം അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ദൈവവിശ്വാസത്തിലൂടെയല്ല അവരുടെ ഐഡിയോളജി ലോകത്തിന് പ്രസൻറ്റ് ചെയ്തത്. അവർ ഈ ഭൗതികവാദത്തിലൂടെയാണ്. പക്ഷേ ഈ ദൈവവിശ്വാസമില്ലാതെ തന്നെ, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വാസമില്ലാതെ തന്നെ, സ്വർഗത്തിൽ വിശ്വാസമില്ലാതെ തന്നെ, എന്തെങ്കിലും നല്ലത് ചെയ്താൽ തിരികെ ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം ഇല്ലാതെ തന്നെ അവർ ലോകത്തിൽ കൊടുക്കുന്ന ഈ മെസ്സേജ് എന്ന് പറയുന്നത്, ഇനി കമ്മ്യൂണിസത്തെ മാത്രമല്ല വേറെ ധാരാളം ഐഡിയോളജീസ്, ഈവൻ അഹിംസ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ നിലവിലിരിക്കുന്നതുമായ ധാരാളം ഐഡിയോളജീസ് അവർ ലോകത്തിന് കൊടുക്കുന്നത് ഒന്നും ലഭിക്കുന്നതിന് വേണ്ടിയല്ല, സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയില്ല, നിഷ്കാമകർമ്മം ഒന്നും ലഭിക്കുന്നതിന് വേണ്ടിയല്ല. പക്ഷേ ഈ മതവ്യവസ്ഥയെയും ഇങ്ങനെയുള്ള സെക്യുലർ ഐഡിയോളജീസിനെയും നാം കമ്പയർ ചെയ്ത് നോക്കുന്നുവെങ്കിൽ, ഞാൻ നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോൾ എനിക്ക് വളരെ വലുതെന്ന് തോന്നുന്നത് രണ്ടാമത് പറഞ്ഞതിനെയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് സ്വർഗം ലഭിക്കുന്നവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ജീവിച്ചാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബെറ്റർമെൻറ്റ് ലഭിക്കുന്നവർ ചിന്തിക്കുന്നില്ല. ഇതൊന്നും പ്രതീക്ഷയില്ലാതെ തന്നെ അവർ ഈ നന്മ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തെ ഈ വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് ഉന്നതമായിരിക്കുന്ന കാര്യമാണ്. നാം ഇങ്ങനെയുള്ള ആശയങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് നാം ഒന്നിരുന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും, ശ്രദ്ധയോടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞാനിന്ന് ഇവിടെ നിർത്തുന്നതിന് വേണ്ടിയല്ല ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വചനമുണ്ട്. ഇത് യേശു ക്രിസ്തു അവിടെ നിന്നെ ഫോളോ ചെയ്തവരോട് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയിലും സ്ക്രൈബ്സിൻ്റെ നീതിയിലും അല്ലെങ്കിൽ ശാസ്ത്രിമാരുടെ നീതിയിലും ഉന്നതമായിരിക്കണമെന്ന്. യേശു ക്രിസ്തു ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു ക്രിസ്തു ലോകത്തിനായി നൽകിയ ഒരു നീതി വ്യവസ്ഥിതി ഈ ഗീവ് ആൻഡ് ടേക്ക് പോളിസി അല്ല, അല്ലെങ്കിൽ നീ നല്ലതായിരുന്നാൽ നിനക്ക് അത് കിട്ടും, അങ്ങനെയുള്ളൊരു സിസ്റ്റം അല്ല. അതിലും ഉന്നതമായിരിക്കുന്ന, ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും ഉന്നതമായിരിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാം, സുവിശേഷ ഭാഗങ്ങളിൽ ഈ സ്വർഗം ലഭിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു ക്രിസ്തു ഒരിക്കലും ഈ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി നല്ലതായിരിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഭാവിയിൽ ഇങ്ങനെ ചെയ്യുന്നവർക്കുള്ള അവർക്കത് ലഭിക്കുമെന്നുള്ള കാര്യം പറഞ്ഞതാണ്. അതിനെ ശ്രദ്ധ വെച്ച് അതിനു വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയല്ല, അതിനു വേണ്ടി ഈ നല്ലതായിരിക്കുന്നതിന് വേണ്ടിയല്ല കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിന് നൽകിയ മെസ്സേജ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവിനോടും നാം സ്നേഹിക്കണമെന്നാണ്. യേശുക്രിസ്തുവിൻ്റെ അടുത്തൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ലോകത്തിൽ നല്ലതായിട്ട് ജീവിച്ച്, നല്ല സ്വഭാവത്തിൽ ജീവിച്ച്, ആരെയും ദ്രോഹിക്കാതെ സ്നേഹത്തോടെ ജീവിക്കുന്നത്, അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിനെ അറിയിച്ചത്. അപ്പോൾ എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയല്ല, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി. അതുമാത്രമായിരിക്കണം ഉദ്ദേശ്യം, അതുമാത്രമായിരിക്കണം. ആ തരത്തിൽ നമ്മുടെ ആത്മീയതയും, ആ തരത്തിൽ നമ്മുടെ ഈ ധാർമ്മികതയും വളർന്നു വരേണ്ടിയിരിക്കുന്നു. ലോകത്തിൽ നമുക്ക് നന്മ ലഭിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുമെന്നുള്ള നാം
ഈ പഴയ നിയമത്തിൽ ശദ്രക്കിനെയും മേശക്കിനെയും ആബേദ്നെഗോവിനെയും പറ്റി നാം വായിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ രാജാവ് നിർത്തിയ ഈ സ്വർണ്ണബിംബത്തെ അവർ നമസ്കരിച്ചില്ല. അപ്പോൾ അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് എറിയുന്നതിന് മുമ്പ് അവരെ രാജാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഡിവോഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ ധാർമ്മിക ജീവിതത്തിൽ അന്യോന്യം കാണിക്കുന്ന ഒരു ഡീലിംഗ് അല്ല നമ്മളിവിടെ വായിക്കുന്നത്. എങ്കിലും അവർ പറഞ്ഞ രാജാവിന് കൊടുത്ത ആ ഒരു ഉത്തരം അല്ലെങ്കിൽ പ്രത്യുത്തരം ഏറ്റവും വലുതാണ്. നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞൊരു കാര്യമാണ്, അല്ലയോ രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ ഞങ്ങൾ വിടുവിക്കും. അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാനതിൻ്റെ പാരാഫ്രൈസ് പറയുന്നത്. അഥവാ അങ്ങനെ വിടുവിച്ചില്ലെങ്കിൽ പോലും രാജാവ് നടത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഇതൊരു പ്രധാന കാര്യമാണ്. അഥവാ എൻ്റെ ജീവിതം നന്നായി വന്നില്ലെങ്കിൽ പോലും, ഞാൻ ചെയ്യുന്നതിന് എനിക്ക് റിവാർഡ് ലഭിച്ചില്ലെങ്കിൽ പോലും, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ഞാൻ ഉപേക്ഷിക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശ്യം ദൈവത്തെ സന്തോഷിപ്പിക്കണം, അവനെ സ്നേഹിക്കണം, അവനെ അനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് ഈ സഹാനുഭൂതിയോടെ ജീവിച്ച് ഈ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ ശരീരമെല്ലാം ക്ഷയിച്ച് ദ്രവിച്ച് എല്ലാം പോയാലും ഞാൻ ദേഹസഹിതനായിട്ട്, ദേഹസഹിതൻ എന്നതിന് ഈ ചില സ്ഥലത്ത് ദേഹരഹിതൻ എന്ന് നാം വായിക്കുന്നുണ്ട്. ഇത് രണ്ട് പറഞ്ഞാലും അർത്ഥം തന്നെയാണ്. ദേഹരഹിതനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ദൈവത്തിന് എന്തെങ്കിലും വാങ്ങുന്നല്ല പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ കാണും. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞ മതവിശ്വാസം പോലെയല്ല, അല്ലെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞത് വളരെ ഉന്നതമാണെങ്കിലും അതിനേക്കാളും ഉന്നതമായിരിക്കുന്നതും ഇതിനപ്പുറമൊന്നുമില്ലാതിരിക്കുന്നതും ഉന്നതനായിരിക്കുന്ന സൃഷ്ടിതാവിനെ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ്. അവിടുത്തെ ഇച്ഛയനുസരിച്ച് അവിടുത്തെ സൃഷ്ടികളോട് സ്നേഹത്തോടെ വർദ്ധിച്ച് സ്നേഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, സഹാനുഭൂതിയിൽ ജീവിക്കുന്നുവെങ്കിൽ, അന്യോന്യമുള്ള സ്പർദ്ധകളൊക്കെ ഒഴിവാക്കി എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളെന്ന രീതിക്ക് ജീവിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ നൈതികത. ആ ഒരു സിസ്റ്റത്തെ പറ്റിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെക്കാളും ഉന്നതമായിരിക്കുന്ന നീതി. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.